ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലോ ബിൽഡൂഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ക്യാപ്കട്ട് എന്ന് പറയുന്ന ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായിട്ട് നമുക്ക് പലപ്പോഴായി ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസിന് അനിമേഷനോ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ നോട്ട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് ഒരു എറർ മെസ്സേജ് വരാറുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു എറർ മെസ്സേജ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം കണ്ടോ, അനിമേഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു എറർ മെസ്സേജാണ് നമുക്ക് വരാറുള്ളത്. നോ ഇൻ്റർനെറ്റ് കണക്ഷൻ, കണക്ട് ടു ഇൻ്റർനെറ്റ് ആൻഡ് ട്രൈ അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോമിലോട്ട് പോയി അതിനുശേഷം ഞാൻ ഫോൺ സെറ്റിങ്സിലോട്ട് പോയിട്ട് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ കാണുന്ന മാനേജ് ആപ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് കേട്ടോ. മാനേജ് ആപ്സ് എടുക്കുന്നു ഞാൻ. മാനേജ് ആപ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഫോണിലുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ആപ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ക്യാപ്കട്ട് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിലോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ഞാൻ ക്യാപ്കട്ട് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആയിട്ട് ക്ലിയർ ഓൾ ഡാറ്റ ഞാൻ കൊടുത്ത് ഓക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിലുള്ള കുക്കീസും ബാക്കി ഡാറ്റാസ് എല്ലാം തന്നെ പോയിട്ടുണ്ടാവും. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് ഞാൻ നമ്മുടെ പ്ലേ സ്റ്റോറാണ് എടുക്കുന്നത്. ഇവിടെ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു VPN ആണ് ഡൗൺലോഡ് ചെയ്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടർബോ VPN എന്ന് പറയുന്ന VPN ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടണം. ടർബോ VPN തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വേറെ വല്ല VPN ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം കുറച്ചുകൂടി ഈസി എനിക്ക് തോന്നിയിട്ടുള്ളത് ടർബോ VPN ആണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു VPN ഒന്ന് മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇടണം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് VPN ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഞാൻ ഓപ്പൺ ചെയ്യുന്നു. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ കൂടെ ഞാൻ പ്രസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ VPN ഓണായി വരും. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് 7 ഡേ ട്രയലിലുള്ള, അതായത് ട്രയൽ വേർഷനാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ആ കാണുന്ന ക്യാരറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ കൂടെ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ വേർഷൻ അല്ലാതെ വേറെ ഫ്രീ വേർഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ ക്യാപ്കട്ട് എന്ന് പറയുന്ന ആപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇതന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ടാവും. എല്ലാം ഓക്കെ കൊടുക്കുക, അലോ ഒക്കെ കൊടുക്കുക. കാരണം നമ്മൾ അതിലുള്ള ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഫോട്ടോസ് എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്തിടുന്നു. എന്നിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട്. ഇനി വീണ്ടും നമുക്ക് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. അതിന് ശേഷം അനിമേഷൻ ഒന്ന് കൊടുത്ത് നോക്കുകയാണ് കേട്ടോ. കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കണ്ടോ ഇവിടെ ലോഡാവുന്നുണ്ട്. നമുക്ക് ആ എറർ മെസ്സേജ് വരരുത്, അതിന് പകരം കറക്റ്റായിട്ടുള്ള അവിടുത്തെ എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എന്തായാലും കുറച്ച് നേരം അതൊന്ന് ലോഡാവുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഫക്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അനിമേഷൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ എറർ മെസ്സേജ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓവർലേസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഫക്ട്സ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞു തന്ന ആ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും വർക്കാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. അതുപോലെ നിങ്ങൾക്ക് പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, നമ്മളിപ്പോൾ ടർബോ VPN ആണ് യൂസ് ചെയ്തത്, അത് തന്നെ യൂസ് ചെയ്താലാണോ കിട്ടുക, അല്ലെങ്കിൽ വേറെ വല്ലത് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള VPN യൂസ് ചെയ്താൽ മതിയോ എന്നൊക്കെ ഉണ്ടാവും. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് VPN വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് ടർബോ VPN ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് ടർബോ VPN ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്, മറ്റൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള VPN വെച്ച് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ടർബോ VPN എടുക്കാം. അതിനുശേഷം ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ഫ്രാൻസോ അങ്ങനെ വേറെ ഏതെങ്കിലും കൺട്രീസൊക്കെയാണ് സാധാരണ വരാറുള്ളത്, അത് വരുന്ന സമയത്ത് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതൊരു കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ ഇന്ത്യ സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെറ്റ് ചെയ്യുക, ഇല്ലയെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പോയി കിടക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലും ഇതേ സ്റ്റെപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.